ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗോളം എന്ന മൂവി ഞാൻ കണ്ടു. അടിപൊളി മൂവിയാണ്, നല്ല ക്രൈം ത്രില്ലർ മൂവിയാണ്. എന്തായാലും ഒരു വൺ ടൈം വാച്ചിനുള്ളൊരു മൂവിയാണ്. ഈ മൂവിയിൽ മെയിൻ നായകൻ ഒഴിച്ച് ബാക്കി നമ്മൾ ഫെമിലിയർ ഫേസസ് ആണ്. ഇതിൽ നായകൻ ഡെബ്യൂ ആണ്. ആൾ നല്ല ഫിസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. മറ്റു മെയിൻ കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ സണ്ണി വെയിൻ, ദിലീഷ് പോത്തൻ, അലൻസിയാർ, പിന്നെ അങ്ങനെ കുറച്ച് ഫെമിലിയർ ഫേസസ് ഒക്കെ ഉണ്ട് നമുക്ക് ഈ മൂവിയിൽ. അപ്പോൾ ഇതൊരു മർഡർ മിസ്റ്ററി സ്റ്റോറിയാണ്. അടിപൊളി മൂവിയാണ്. നിങ്ങൾ എന്തായാലും ഈ മൂവി കാണണം. മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇനി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൂവി കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. സ്പോയിലർ അലർട്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് വിടെക് IT കമ്പനിയുടെ ചെയർമാനായ ജോൺ ഐസക് ആണ് ഇതിൽ തുടക്കം മരണപ്പെടുന്നത്. അതിൻ്റെ കേസ് അന്വേഷണവുമായിട്ടാണ് നമ്മുടെ ഇതിൽ നായകൻ വരുന്നത്. ASP സന്ദീപ് എന്ന് പറഞ്ഞ കഥാപാത്രം. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി പോലീസ് ഓഫീസേഴ്സായിട്ടാണ് നമ്മുടെ അലൻസിയർ വരുന്നത്. പിന്നെ കാതൽ എന്ന മൂവിയിലെ ഒരു ഫേമസ് ആക്ടറാണ് അതിൽ വരുന്നത്, പിന്നെ പോലീസായിട്ട്. ഇവർ കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഇൻസ്പെക്ഷനും ഇൻക്വസ്റ്റൊക്കെ നടക്കുന്നു. പ്രൈവറ്റ് ഒരു റെസ്റ്റ് റൂമിലാണ് മരിച്ചെടുക്കുന്നത് കാണുന്നത്. ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നത് ആദ്യത്തെ ഒരു രീതിയിൽ കാണുന്ന ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. ആൾ വീണ് കിടക്കാണ്, ബാക്കിൽ തലയടിച്ച് വീണ് ചോര ഒഴുകിയിരിക്കുന്നത് കാണുന്നു. പിന്നെ ആൾ ഡോർ തുറക്കാൻ ശ്രമിച്ചു, അതിൻ്റെ പാടുകളൊക്കെ, നഖത്തിൻ്റെ പാടുകളൊക്കെ ഡോറിന് കാണുന്നുണ്ട്. പിന്നീട് ആളുടെ ഡെസ്ക് ഇതൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ആൾക്ക് COPD എന്ന അസുഖത്തിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതായത് ശ്വാസം മുട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ശ്വാസം മുട്ട് വന്ന് കുഴഞ്ഞു വീണ് മരിച്ചതാണെന്ന് ആദ്യത്തെ ഒരു നിഗമനം വരുന്നത്. പിന്നെ ആൾ മരിച്ചെടുക്കുന്ന സ്ഥലത്ത് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഒരു വാഷ്റൂം ഏരിയ ആയിരിക്കുന്നതുകൊണ്ടായിരിക്കാം തണുപ്പെന്ന് ഇൻക്വസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ചെക്ക് ചെയ്ത ഫോറൻസിക് ടീം പറയുന്നത്. അവിടെ നിന്ന് ഒരു ചെറിയ ടിഷ്യൂടെ പീസ് കിട്ടുന്നുണ്ട്. ഇത് സംബന്ധമായി ജോലി സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ജോലിക്കാരുടെ അടുത്ത്, അവിടുത്തെ എംപ്ലോയീസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കും. നമ്മുടെ ASP കൂടുതൽ സംശയം ഒരു മർഡറായിട്ടാണ് ആൾക്കൊരു ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിൻ്റെ അവകാശികൾ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആളുടെ പാർട്ട്ണറായ ജിംസൺ എന്നൊരു കഥാപാത്രമുണ്ട്. അത് നമ്മൾ സണ്ണി വെയിനാണ് ചെയ്യുന്നത്. ആ കഥാപാത്രനായിരിക്കും എല്ലാം പൈസയും ഇൻഹെറിറ്റ് ആവാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് എല്ലാം സ്വത്തും എഴുതി വെച്ചിരിക്കുന്നത് അനിയൻ്റെ പേരിലാണ്. അനിയൻ US ഡോക്ടർ ഇവാൻ എന്ന് പറഞ്ഞിട്ട് കഥാപാത്രമാണ്. ആൾ അവിടെ സെറ്റിലാണ്. അപ്പോൾ ആളുടെ പേരിലേക്കാണ് എല്ലാം സ്വത്തും ആക്കിയതെന്ന് മനസ്സിലാവുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇടയിലും പിന്നെ ഇവരുടെ മൊബൈലും ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഈ എംപ്ലോയീസ് എല്ലാവരും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാറുണ്ടെന്ന് മനസ്സിലായി. ആ ഡോക്ടറുടെ പേര് കുര്യാക്കോസ് ചെമ്മൻ എന്നാണ് ആ ഡോക്ടറുടെ പേര്. ആ ഡോക്ടർ പേഴ്സണലി നമ്മുടെ ASP സന്ദീപിന് അറിയാം. അപ്പോൾ ആളെ കാണാൻ പോകും. എന്തുകൊണ്ടാണ് ഈ എല്ലാ എംപ്ലോയീസും അവിടെ കാണാൻ പോകുന്നത്? അപ്പോൾ സിദ്ദിഖിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും വന്ന് കാണുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ചിന്നു അഭിനയിക്കുന്ന ക്യാരക്ടറായ മീരയാണ് ആദ്യമായിട്ട് വന്ന് കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു കുട്ടി അബോർഷനായി പോയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അബോർഷൻ ചെയ്തപ്പോൾ ഡ്രഗ്സിൻ്റെ മ്യൂട്ടേഷൻ്റെ ഒക്കെ ഒരു അളവ് ബോഡിയിൽ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടി അബോർട്ടായി പോയെന്ന് പറയണത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വരുന്നത് സിദ്ദിഖിൻ്റെ അടുത്താണ്. ആ സമയത്ത് പറയുന്നുണ്ട് വിടെക് കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് 2 പേര് ഡോക്ടറിനെ കാണാൻ വരുന്നുണ്ട്. അവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലത്തെ മ്യൂട്ടൻ ഫീൽ ചെയ്തു, ഡ്രഗ്സ് ഫീൽ ചെയ്തു. അവർക്ക് ഒരാൾക്ക് ചെവി കേൾവി കുറവും പിന്നെ ഒരാൾക്ക് നല്ല തലവേദനയും വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഓൾറെഡി 3 പേർക്ക് വിടെക്കിലെ എംപ്ലോയീസിന് ഇഷ്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ബാക്കിയുള്ളവർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 പേർക്ക് മുടി കൊഴിച്ചിൽ, ഒരാൾക്ക് മൂക്കിന് ചോര ഒഴുകുക, നഖം പറഞ്ഞു പോരുക, പല ഇഷ്യൂസ്, ഉറക്കലായ്മ, അങ്ങനെ പല മൊത്തത്തിൽ ആ സീൻ തന്നെ നല്ല ഒരു ഹൊറിഫൈങ് രീതിയിലാണ് കാണിച്ചത്. അവിടുത്തെ എല്ലാ എംപ്ലോയീസിനും ഓരോ ഹെൽത്ത് ഇഷ്യൂസ്, എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കും ഡോക്ടർ കുര്യാക്കോസ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ എല്ലാവരുടെയും ബ്ലഡിൽ ഇങ്ങനെ ഒരു മ്യൂട്ടേഷൻ്റെ അംശം കാണപ്പെടുന്നു. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ എന്താണ് അവിടെ നിന്ന് കൺസ്യൂം ചെയ്യാറെന്ന് പറയുമ്പോൾ വെള്ളം, ബിസ്ക്കറ്റ് അതൊക്കെയാണെന്ന് പറയും, ചായ. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഡ്രഗ്സിൻ്റെ അംശം കാണാൻ തുടങ്ങി. കൂടുതൽ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഒരു വാക്സിൻ ആൻറ്റിഡോട്ടായിട്ടാണ് അവരിൽ ട്രൈ ചെയ്തിരിക്കുന്നത്. ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ പിന്നീടാണ് ഫയൽസൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ വിടെക്കിൻ്റെ ചെയർമാനായ ജോൺ ഐസക് ഓൾറെഡി വേറൊരു സ്ഥാപനം കൂടി കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം കൂടി ആൾക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവിടെ അവർ ആക്ച്വലി ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റിഡോട്ട് അല്ലെങ്കിൽ വാക്സിൻ ഒരു വൈറസിന് അഗേൻസ്റ്റ് ആയിട്ട് അവർ കണ്ടുപിടിക്കുകയാണ്. വൈറസും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് വൈറസ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇവർ ഈ വൈറസിനെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ മരുന്നുകൾ ചിലവാക്കാനെന്ന ഒറ്റ ഉദ്ദേശത്തിൽ, അവർ ദുരുദ്ദേശത്തിലാണ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽസ്, അതായത് ഫസ്റ്റ് ലെവൽ ആൻറ്റിഡോട്ട് ട്രൈ ചെയ്തത് ഇവരുടെ
ബോഡിയിലാണ് ഈ ബിസ്ക്കറ്റിലൂടെയും വെള്ളത്തിലൂടെയും ചായയോടെയൊക്കെ ഇവർക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്വൈപ്പ് മെഷീനൊക്കെ യൂസ് ചെയ്തിരുന്നു, പഞ്ചിങ് മെഷീൻസ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ പഞ്ചിങ് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് അവരുടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇവരൊരു ഗിനി പിഗ്സ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തിരുന്നത്, അതിൻ്റെ ചെയർമാൻ ജോൺ ഐസക്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡോക്ടർ കളക്ട് ചെയ്യും. ഡോക്ടറിന് മനസ്സിലാവും ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യും. പിന്നീടാണ് ഇവരുടെ ഒരു സ്വഭാവത്തിൽ മാറ്റം വരുന്നത്. ഡോക്ടറിനെ കാണാൻ കുറയുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് അവർ പതുക്കെ അവർ റിവെഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്വരങ്ങൾ അവർ ഉയർത്താൻ തുടങ്ങുന്നു. പിന്നെ ഇവർ ഡോക്ടറിനെ കാണാതിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ പോലീസിനെ ഷെയർ ചെയ്യും. പോലീസ് അത് ആകെ നിരാശയിലാവും. പോലീസ് അടുത്ത് ഡോക്ടർ പറയും ഇങ്ങനെ ഇതിൻ്റെ ജോൺ ഐസക് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇവരായിരിക്കും. പക്ഷേ അവരുടെ റിവെഞ്ച് എടുത്തതായിരിക്കും. ഇവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ലൈഫാണ്, ലോങ് ടൈം ലൈഫാണ് അവർ നഷ്ടപ്പെട്ടത്. അതിൻ്റെ കാരണം അയാളാണെങ്കിൽ അവരതിന് പകരം വീട്ടിയതായിരിക്കും. അപ്പോൾ ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറണം എന്ന് പറയും. പിന്നീട് ഈ പോലീസുകാരൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തത് എങ്ങനെയായിരിക്കും ഇവർ കൊന്നിട്ടുണ്ടാവുക എന്ന്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് കോഫി മെഷീനിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ട് അത് കോഫി മെഷീൻ അവരുടെ ആളുടെ ദേഹത്ത് തെറിക്കുന്നു. അത് വെച്ചിട്ട് അത് തുടയ്ക്കാൻ വേണ്ടി വാഷ്റൂമിൽ പോകുന്നു. വാഷ്റൂമിൽ അവർ വെൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം കയറ്റുന്നു. പുറത്തുനിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം കയറ്റി ആൾക്ക് അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞ് ശ്വാസം മുട്ട് വന്ന് ആളവിടെ വീഴുന്നു. ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഇവർ CCTVയിൽ പെടാതെ ആ ഡോറുകൾ ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. പിന്നീട് അത് അൺലോക്ക് ചെയ്ത് എടുക്കുന്നു. ആൾ മരിച്ചു കഴിയുമ്പോൾ അപ്പോൾ ആൾ പെടയുന്ന ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്വീപ്പിംഗ് ചെയ്യുന്ന പുള്ളിക്കാരി തന്നെ വാക്വം ക്ലീനറിൻ്റെ ശബ്ദം ഓണാക്കുന്നു. ഇത് വെൽ പ്ലാൻഡ് ആയിട്ട് അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും കൂടിയിട്ട് ആണ് അവരുടെ ചെയർമാനെ അവിടെ വെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്രാജുവലി സന്ദീപിന് ഇതെല്ലാം മനസ്സിലാവുന്നു. പക്ഷേ അവർക്കുണ്ടായ ആ നഷ്ടം ആലോചിച്ച അയാൾ അത് ഒരു ആക്സിഡൻറ്റ് കേസാക്കി മാറ്റുന്നു. ഇവരെ വെറുതെ വിടുന്നു. പിന്നീട് നമ്മുടെ ഈ ഡോക്ടർ കുര്യാക്കോസ് ഇൻഫർമേഷൻസ് ഈ ഫാർമസ്യൂട്ടിക്കൽസ് എവിടെയാണ്, ഇതിൻ്റെ ഫാക്ടറി എവിടെയാണെന്നൊക്കെ ഡീറ്റെയിൽസ് എല്ലാം സന്ദീപിൻ്റെ അടുത്ത് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു. ACP സന്ദീപ് ആ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കമ്പനി അന്വേഷിച്ച് പോകുന്നതായിട്ടാണ് ക്ലൈമാക്സിൽ കാണിക്കുന്നത്. ഒരു സൈഡിലാണെങ്കിൽ സംശയിച്ചിരുന്ന ഗിബ്സൺ എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണറുണ്ട്. അദ്ദേഹം വന്ന് ജോൺ ഐസക്കിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എംപ്ലോയീസ് എല്ലാവരും അയാളെയും കൂടി നോക്കുന്നു. അയാളെ നോക്കാൻ കാരണം ഇയാളും കൂടി ചേർന്നാണല്ലോ ഈ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇയാളും കൂടി ഒരു കൾപ്രിറ്റാണ് ഇവരുടെ ഈ അവസ്ഥയ്ക്ക് എന്ന രീതിയിലാണ് ആ എംപ്ലോയീസ് ജിബ്സനെ നോക്കുന്നത്. അതായത് സണ്ണി വെയിൻ ചെയ്യുന്ന കഥാപാത്രത്തിന് ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ നോക്കുന്നത്. ഒരു നല്ല രസകരമായ ഒരു മൂവി തന്നെയായിരുന്നു. നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ആക്ടേഴ്സ് എല്ലാം അവരുടെ ഡ്യൂട്ടി നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളി മൂവിയാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ രസകരമായ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.